നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. അത് വൃത്തിയാക്കാതെ ഉപയോഗിച്ച പകർച്ചവ്യാധി പിടിപെടും. അതാ ഞാൻ ഉദ്ദേശിച്ചത്. അതാണോ കാര്യം? ഞാൻ വേറെ ഏതാണ്ടൊക്കെ ഉദ്ദേശിച്ചു. ഒരു നിമിഷം. അത് ഇളക്കണ്ട ഡോക്ടർ. ആ പിള്ളേര് ചെയ്തു വെച്ചിരിക്കുന്നത്. ഓക്കെ. ഇവരാണോ ആ 5 പെൺകുട്ടികൾ? അതെ. ഇവരെ ഡോക്ടർക്ക് പരിചയമുണ്ടോ? ഇല്ല, എനിക്കിവരെ പരിചയമൊന്നുമില്ല. എന്റെ പൊന്ന് സാറേ, ഒന്നും പറയണ്ട. 5 ഒന്നിനൊന്നും മെച്ചം. മന്ദാകിനി, എന്റെ ജോലി കഴിഞ്ഞു, ഇറങ്ങാം. സാറേ പോട്ടോ. ഓ ഇതൊന്നും ഇവിടെ ആരോടും പറഞ്ഞേക്കരുത്, മനസ്സിലായോ? ഞാൻ ആരോടൊന്നും പറയില്ല മാഡം. ഓ, ഞാൻ എന്തെങ്കിലും പറയണതാ പ്രശ്നം. ആ അനാക്കോണ്ട് ഓരോന്ന് പറഞ്ഞടക്കുന്നതില് ഒരു പ്രശ്നവുമില്ല. അയ്യോ, നിനക്കിപ്പോ എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. ഇവിടെ നമുക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയാലോ? വേണ്ട, ഹോസ്റ്റലിൽ ചെന്ന് ഒന്ന് റെസ്റ്റ് എടുത്താൽ തീരാവുന്ന കുഴപ്പമുള്ളൂ എനിക്ക്. എന്നാലും ഫുഡ് കഴിച്ചിട്ട് ഇവക്ക് മാത്രം എന്താ ഇങ്ങനെ വന്നേ? എടാ, ഫുഡ് പോയ്സൺ ഒന്നും അല്ല, ഇത് വേറെ ഏതാണ്ട്. നമുക്ക് നോക്കാം. ആ പെൺകുട്ടികളെയാണല്ലോ ഞാൻ സ്വപ്നത്തിൽ കണ്ടത്. അതെങ്ങനെ സംഭവിച്ചു? ഇറ്റ്സ് സംതിങ് അൺയൂഷ്വൽ ഗോയിങ് ഓൺ ഹിയർ. ഡോക്ടർക്ക് ആ മുറിയിൽ പ്രത്യേകിച്ച് എന്തെങ്കിലും തോന്നിയോ? നോ, നത്തിങ്. ആ മുറിയിൽ അസ്വാഭാവികമായിട്ടൊന്നുമില്ല. ചിലപ്പോ എന്റെ തോന്നലുകൾ തെറ്റായിരിക്കാം. ഇപ്പോഴെനിക്ക് സമാധാനമായത്. വർഷങ്ങളായി തുറക്കാതിട്ടിരുന്ന ആ മുറി ആ കുട്ടികൾക്ക് തുറന്നു കൊടുത്തപ്പോ എനിക്കും ടെൻഷൻ ഉണ്ടായിരുന്നു. അങ്ങനൊരു മുറി തന്നെ വേണോന്ന് ആ കുട്ടികൾ വാശി പിടിച്ചതുകൊണ്ട് അതവർക്ക് കൊടുത്തത്. ഏയ്, അതിൽ തെറ്റൊന്നുമില്ല. എന്നാ ഞാൻ ഇറങ്ങട്ടെ. സാറെന്താ വീണ്ടും വന്നത്? ഇവിടെ ആർക്കെങ്കിലും ഉൾവിളി ഉണ്ടായോ സർ? മാം, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ആരെങ്കിലും ഗോസ്റ്റിനെ കണ്ടോ മാം? ദാറ്റ്സ് ഇനഫ്. നിങ്ങൾക്ക് ഇതൊക്കെയാണോ ചോദിക്കാനുള്ളത്? അല്ല, ഗബ്രിയേൽ സാറ് വന്നതുകൊണ്ട് ചോദിച്ചതാ മാം. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ആരും ചോദിക്കണ്ട. എല്ലാരും അകത്തു പോ. ചെല്ല്. കുട്ടികൾക്കിപ്പോഴും സംശയങ്ങൾ വിട്ടുമാറിയിട്ടില്ലല്ലേ മാഡം? ഇങ്ങനെ ചില സംശയങ്ങൾ ഈ ഹോസ്റ്റലിൽ നിലനിർത്തണമെന്ന് ചിലരൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ മാം,
എന്നാ ഞാനങ്ങോട്ട്